അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഗോബി മഞ്ചൂരി ഉണ്ടാക്കാനാണ്. അതിന് ഞാൻ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇതാ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അടിപൊളി ടേസ്റ്റാണിത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗോബി മഞ്ചൂരി നല്ല ടേസ്റ്റാണ്. പലഹാരത്തിനും ചോറിനും ഒക്കെ കഴിക്കാം, നെയ്ച്ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിനെ നമുക്ക് 2 പീസാക്കണം. കട്ട് ചെയ്തെടുക്കാൻ നല്ല രീതിയിലൊന്ന് കഴുകിയൊക്കെ എടുക്കണം. ചെറിയ കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ കാണും, നമുക്കിത് കാണാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഇതിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നല്ല തിളപ്പിച്ചെടുത്ത് അതിനകത്ത് ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് മാറാനാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വേവട്ടെ. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. കോളിഫ്ലവർ നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് വിരവിയെടുക്കാം. ഇതുപോലെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അടുപ്പിലൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ആക്കി എടുക്കാനാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 സവാള കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇനി പകുതി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ല വാടി വന്നിട്ടുണ്ട് സവാളയെല്ലാം. ഒരു ടീസ്പൂൺ ചില്ലി സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 തക്കാളി ഞാൻ അടിച്ച് വെച്ചേക്കുന്നതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം.
ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ അര കപ്പ് വെള്ളത്തിൽ ഞാൻ കലക്കി ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലൊന്ന് മിക്സാക്കി എടുക്കണം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്രൈ ആക്കിയ കോളിഫ്ലവർ കൂടെ അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാത്തിനും കഴിക്കാൻ നല്ലതാണ്. നെയ്ച്ചോറിന്, ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, അപ്പത്തിന് എല്ലാത്തിനും കഴിക്കാം. ഇത് അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് ഇച്ചിരി മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം. ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.